പ്രൗഢഗംഭീരമായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്തും നേതാവുമായ ശ്രീ സുരേന്ദ്രൻ കഴിക്കുന്ന സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച ബഹുമാന്യായ KKM സാദിഖ് അവർ, ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ പള്ളിയിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ്, ഏറെ ബഹുമാന്യായ ഡേവിഡ്, ബഹുമാന്യായ ശ്രീമതി ഉന്നതദേവി, ബഹുമാന്യായ ശ്രീ ജെയിംസ് മണ്ടനാണ്, ഏറെ പ്രിയങ്കരിയായ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അർച്ചന പ്രജിത്ത്, ഈ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സദസ്സിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. വൈകിയ വേളയിൽ ദീർഘമായ പ്രഭാഷണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മഹാനായ KPR സിയത്തയുടെ 35ാം ജന്മദിനമാണ്. ജന്മദിനവുമായി ബന്ധപ്പെട്ട് ചില പരിപാടികളുള്ളതുകൊണ്ടാണ് ഞാൻ വൈകി എത്തിയത്. വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടും ഫ്രട്ടേണിറ്റിയുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ സാഹോദര്യം പുലർത്തുന്ന സംഘടനയും സൗഹൃദം പങ്കിടുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഞാൻ. മഹാനായ KPR സിയത്തയുടെ ജന്മദിനത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എല്ലാവരും വളരെ ക്ഷീണിതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ വരുമ്പോൾ സംസാരിച്ച പ്രിയപ്പെട്ട മുതലാദേവി, പ്രിയപ്പെട്ട സാറിനൊക്കെ സംസാരിച്ചത് തന്നെയാണ് ചേർത്ത് എനിക്കും പറയണം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പിതാവും ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പിതാവുമായ BR അംബേദ്കറുടെ ജന്മദിനത്തിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം 7 പതിറ്റാണ്ടുകൾക്ക് നേടിയെടുത്ത മതേതര സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചാൽ നഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളെന്നാണ്. കേരളത്തിലും വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വലിയ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് പോകാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദായങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളും ദലിതരും ആദിവാസികളും. മുസ്ലിം സാമാന്യ വിഭാഗങ്ങളിലെ 80% അത് വിശ്വസിക്കുന്നില്ല. ദലിത് ആദിവാസി വിഭാഗങ്ങളിലെ 80% ഇതിൻ്റെ ചിന്ത പോലും അവരുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. 2011 അവസാനമായി പുറത്തു വന്ന ഔദ്യോഗിക കണക്കിൽ 80 ലക്ഷം മുസ്ലിങ്ങൾ, അത്ര തന്നെ ഈഴവജന വിഭാഗങ്ങളും, 60 ലക്ഷം ക്രൈസ്തവരും, 30 ലക്ഷത്തിലധികം പട്ടിക വിഭാഗങ്ങളും, 30 ലക്ഷത്തിലധികം ദലിതരും ആദിവാസികളും, 60 ലക്ഷം ദലിത് ആദിവാസി ജനവിഭാഗങ്ങളും, 80 ലക്ഷം മുസ്ലിങ്ങളും കേരളത്തിലെ ജനസംഖ്യയിൽ എത്ര അതിനിർണായകമായ സമുദായമാണെന്ന് തിരിച്ചറിയാതെ പോകുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളും ദലിതരും ആദിവാസികളുമാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നു. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗങ്ങളിലും സുകുമാരൻ നായരുടെ പ്രസംഗങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ദലിതർക്കും മുസ്ലിം വിഭാഗത്തിനും കഴിയില്ല. ആകെ വ്യത്യസ്തമായി ചിന്തിച്ചത് വെൽഫെയർ പാർട്ടിയാണെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. വെൽഫെയർ പാർട്ടി ഒരുപാട് സവിശേഷതകളുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നൊരു വിഷയം. ജെയിംസ് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സമൂഹത്തിൽ
ഒരു മുസ്ലിം ക്യാബിനറ്റ് മന്ത്രിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നു. കേരളത്തിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയില്ല എന്ന് നിൽക്കുമ്പോൾ ഇതൊരു സൂചനയല്ലേ എന്ന് ചിന്തിക്കാൻ ദളിത് വിഭാഗത്തിലെ അക്കാഡമിസ്റ്റുകൾക്കും കഴിയുന്നില്ല, തന്ത്രശാലികളായ ബുദ്ധിജീവികൾക്കും കഴിയുന്നില്ല, അവർക്കിടയിലെ ജനബാഹുല്യമുള്ള സംഘടനാ നേതാക്കൾക്കും കഴിയുന്നില്ല. മുസ്ലിം വിഭാഗത്തിലെ സാമാന്യ വിഭാഗങ്ങളൊന്നും കഴിയുന്നില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ, അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി എൻ്റെ സംഘടനയുടെ സമ്മേളനങ്ങളിൽ ഒരു പട്ടികജാതി ഹിന്ദു വിഭാഗത്തിന്റെ റെപ്രസെന്റേഷനായിരിക്കുന്ന സംഘടന എന്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെ ഞങ്ങളുടെ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും ഞാൻ പ്രതികരിക്കുന്ന സംഘടനയെ ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുപ്പിക്കുകയും ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ വെൽഫെയർ പാർട്ടിയും റിട്ടേൺ റെപ്രസെന്റേഷനും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് സമുദായത്തിനിടയിൽ, മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലും ദളിത് വിഭാഗങ്ങൾക്കിടയിലും രൂപപ്പെടേണ്ട സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു ഐക്യം എന്ന നിലയിൽ ഞങ്ങൾ അല്പം കൂടെ പാരമ്പര്യത്തോടുകൂടി പറഞ്ഞാൽ ഈ ചേരമർ സമുദായത്തെ കേരളത്തിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു രാജവംശത്തിന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ വിശ്വസിക്കും. യാഥാർത്ഥ്യത്തോട് രുദ്രാദേവി വളരെ ഡോക്യുമെന്റലായി തന്നെ പറഞ്ഞു. ആ ചരിത്രം കേരളത്തിൽ അപ്രത്യക്ഷമായി. അങ്ങനെ ചരിത്രമേ കേരളത്തിൽ BC 52 മുതൽ AD 800 മുതൽ 800 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രൗഢഗംഭീരമായ ചേര സാമ്രാജ്യത്തിന്റെയും അതിന്റെ അതിവിശാലമായ ചരിത്രത്തെയും കുറിച്ച് പഠിക്കുന്ന ഒരു ഗവേഷണവും കേരളത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ചരിത്രമുണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾക്കും അറിയില്ല. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഉമ്മുക്കരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം. ഉമ്മുക്കരി അല്പം കൂടെ ചോദിച്ചാൽ പല്ല് തേൽക്കുന്ന ഒരു സാധനമായിരുന്നു പറയാം. ഇപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. അതുപോലെ ആയിട്ടുണ്ട് ചേര സാമ്രാജ്യത്തിന്റെ ചരിത്രം. ഇങ്ങനെ ചേര കാലഘട്ടത്തിലാണ് അല്ലെ, നിങ്ങൾക്കൊക്കെ ചേര കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം പള്ളി അല്ലെ, അതിന്റെ പേരെന്താണ്? ചേരമാൻ മസ്ജിദ്. ചേര സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ 7 ക്രൈസ്തവ പള്ളികൾ ആരംഭിക്കുന്നത് അല്ലെ. നിലയ്ക്കലും നിരണവും മലയാറ്റൂരും പറയുന്നത്. പക്ഷേ ചേരമെന്ന് വെച്ചാൽ ആദ്യം അറിയോ? ഉമ്മുക്കരി പോലെ ആയില്ല അല്ലേ, ആദ്യം അറിയില്ല. ചേര സാമ്രാജ്യത്തിന്റെ പ്രൗഢഗംഭീര 800 ആണ്ടുകൾ കേരളം ഭരിച്ചിരുന്ന അതിവിശാലമായ. ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം സമുദായവും കേരളത്തിലെ ദളിത് സമുദായവും ഐക്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അതിന്റെ കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നാൽ കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിന്റെ 2 മന്ത്രിമാരെ കാണുന്നത് അല്ലേ. ഇപ്പോൾ പട്ടിക വിഭാഗങ്ങൾക്ക് മന്ത്രിയില്ല. മുസ്ലിം വിഭാഗത്തിന് 2 മന്ത്രി പോലും കൊടുത്തില്ലെങ്കിലും, പട്ടിക വിഭാഗത്തിന് മന്ത്രി കൊടുത്തില്ലെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞൊരു മെസ്സേജാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവച്ചത്. ഇത് ഒരു ചെറിയ കാര്യമാണ്. ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയാം, VT പട്ടതിരിപ്പാട് എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന് പറയുന്ന മുസ്ലിം വിഭാഗത്തിന് കേരളത്തിലെ 3% പോലും കത്തിച്ചുള്ള ഒരു സമുദായത്തിനിടയിൽ നവീകരണ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ആ VT പട്ടതിരിപ്പാടിന്റെ സ്മാരകമായി കേരളത്തിൽ നിർമ്മിച്ചത് 64 കോടി രൂപ കൊടുത്താണ് പാലക്കാട് 1,600,000 സ്ക്വയർ ഫീറ്റ് സമുച്ചയം ഈ ഗവൺമെന്റ് നിർമ്മിച്ചത് VT പട്ടതിരിപ്പാട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊച്ചു നേതാക്കന്മാർ പ്രസംഗം പഠിക്കുന്നതിന്റെ പ്രാരംഭ ഭാഷയാണ് നവോത്ഥാനം അല്ലെ. അവർ നവോത്ഥാനം എന്ന് പറഞ്ഞ സാധനം പ്രസംഗിച്ചാൽ അവർ ബുദ്ധിജീവിയായി കഴിയും. അയ്യൻകാരുടെ പേരുടെ ചേർത്താൽ അതിബുദ്ധിജീവിയായിട്ട് മാറി. വക്ക മൗലവിയുടെ പേരുടെ ചേർത്താൽ അല്പം കൂടെ നവീകരണത്തിന്റെ പ്രയോക്താക്കളായി. പക്ഷേ ഈ നവീകരണ തൊഴിലാളികളും ഈ നവോത്ഥാനത്തിന്റെ തൊഴിലാളികളും ഒന്നും കേരളത്തിൽ അയ്യൻകാളി എന്ന് പറയുന്ന കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വന്തം മനക്കരുത്തും മെയ്ക്കരുത്തും കൊണ്ട് ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ മാറ്റിമറിച്ചെങ്കിൽ അത് അയ്യൻകാളിയല്ലാതെ മറ്റാരുമല്ല എന്ന് തിരിച്ചറിയാൻ കേരളത്തിൽ കഴിയാതെ പോയത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് VT പട്ടതിരിപ്പാടിന് കിഫ്ബിയിലൂടെ 64 കോടി കൊടുത്ത് നിർമ്മിച്ച സ്മാരകം ഉണ്ടാക്കിയപ്പോഴും അയ്യൻകാളിക്ക് ഒരു സ്മാരകം വേണ്ട എന്ന് തീരുമാനിച്ചത്. ശ്രീനാരായണ ഗുരുദേവന് കേരളത്തിൽ സ്മാരകങ്ങളൊന്നും ഇല്ലാഴിയില്ല.
കൊല്ലത്ത് 54 കോടി രൂപ കൊടുത്താണ് ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹ്യ നവോത്ഥാന പ്രക്രിയയിൽ വലിയ പങ്ക് വഹിച്ച ആൾ തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ സ്ഥാനത്ത് വക്കം മൗലവിയുടെ ആയിക്കോട്ടെ, കണ്ടൻകുമാരന്റെ ആയിക്കോട്ടെ, കേരളത്തിൽ പ്രവർത്തനം കേൾക്കുമല്ലോ, അയ്യൻകാളിയുമില്ല. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടൊന്നുമല്ല, കേരളം നവോത്ഥാനത്തിന്റെ മണ്ണൊന്നുമല്ല. കേരളം മാറിയിരിക്കുന്നു, ഇന്ത്യ മാറിയിരിക്കുന്നു. ഞാൻ ദീർഘമായി പോകുന്നില്ല. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഈ ജന്മദിനത്തിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDF പിന്തുണച്ചപ്പോൾ, ഞാൻ LDF അല്ല UDF അല്ല, ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെട്ട ആളല്ല ഞാൻ. പക്ഷേ ഞാൻ അടക്കമുള്ള ആളുകൾ വിശ്വസിച്ചു കഴിഞ്ഞു, കേരളത്തിൽ ഈ ജനാധിപത്യത്തിന് വേറെ അർത്ഥം കൂടെയുണ്ട്. ഇഷ്ടപ്പെടാത്തതിനെ നിഷേധിക്കുവാൻ കഴിയുന്ന ഒരു ജനാധിപത്യ അവകാശമുള്ള കേരളത്തിൽ ഈ 10 വർഷം തുടരുന്ന ഈ ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ നവോത്ഥാന മൂല്യങ്ങളെയും പിന്നോട്ടടിച്ച ഗവൺമെന്റ് ആണെന്ന് എനിക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ പറ്റും. ഒന്ന്, നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചത് മാത്രമല്ല, കലാലയങ്ങളിൽ നടക്കുന്ന ജാതി വിവേചനങ്ങൾക്കെതിരായി ഒരു നിയമനിർമ്മാണം പോലും ഈ 10 വർഷത്തിനിടയിൽ കേരളം നടന്നിട്ടില്ല. എത്ര കുട്ടികളാണ് മരണപ്പെട്ടത് നിങ്ങൾക്കറിയാം. എന്റെ മകൾ ഒരു BSc സ്റ്റുഡന്റാണ്. ഈ ഗ്രാന്റ് ലഭിച്ചിട്ടില്ല. ഈ ഗ്രാന്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ഹോസ്റ്റൽ ഫീസ് 4000 രൂപയാണ്. നോർമലി പ്രധാനപ്പെട്ട ഒരു ഹോസ്റ്റലിലെ 5500 മുതൽ 6000 രൂപ വേണം. ഈ ഹോസ്റ്റൽ ഫീസ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡിന്റെ മുഖം മാറും. ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തിന്റെ തീന്മേശയ്ക്ക് മുമ്പിലേക്ക് ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള കുട്ടി വായിച്ചെടുക്കും, ഞാൻ പണം കൊടുക്കാതെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. സമയത്ത് ഫീസ് അടയ്ക്കാതിരുന്നാൽ കുട്ടിയുടെ മനസ്സിൽ വരും, ഞാൻ ഫീസ് കൊടുക്കാതെയാണ് പഠിക്കുന്നത്. ഇതിന്റെ കൂടെ ഉഗ്രപ്രതാപികളായ അധ്യാപകന്മാർ അവർ കാട്ടുന്ന ഈ വിഷം തീണ്ടലൂടെ ആകുമ്പോൾ കുട്ടികൾ എങ്ങനെ ആത്മഹത്യ ചെയ്യാതിരിക്കും? നിതിൻ രാജിന്റെ കൊലപാതകം മാത്രമാണ്, എത്രയോ രജനീയ സ്ഥാനത്ത് മുതലുള്ള ഇങ്ങോട്ടുള്ള എത്ര കുട്ടികളാണ് കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട കാര്യം, നമ്മളെല്ലാം ജനാധിപത്യവൽക്കരിക്കപ്പെടണം. ഇന്ത്യൻ ബ്രാഹ്മണിസത്തിന്റെ എല്ലാ കൽത്തറങ്ങളിൽ നിന്നും വിമോചിതമായ ഒരു സമൂഹമാണ് നമ്മൾ. ശ്രേണീകൃതമായ ജാതി സമ്പ്രദായത്തെ 1950 ജനുവരി മാസം 26-ാം തീയതി ഡോക്ടർ അംബേദ്കർ അവസാനിപ്പിച്ചതാണ്. ശ്രേണീകൃത ജാതി സമ്പ്രദായം എവിടെങ്കിലും പരസ്യമായി പറഞ്ഞാൽ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുന്ന നിയമം നിർമ്മിച്ച ഡോക്ടർ അംബേദ്കറുടെ നാട്ടിൽ ശ്രേണീകൃത ജാതി സമ്പ്രദായങ്ങളുടെ മഹാത്മ്യങ്ങൾ പ്രസംഗിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഇനിയും നമുക്ക് മുദ്രാധിപൻ മൗനം പാലിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ അത്തരത്തിൽ എല്ലാ മൗനവും ഭേദിച്ചവരാണ്. ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചറിയാം, കേരളത്തിലെ 60 ലക്ഷത്തിലധികം വരും ദളിത് ജനവിഭാഗങ്ങൾക്കിടയിൽ ഇന്ന് ആശാവഹമായ വ്യക്തികളും നേതൃത്വവും പരിമിതപ്പെടുന്നു എന്നുള്ളത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. സ്വാർത്ഥ താല്പര്യങ്ങളുടെയും അപ്പക്കഷ്ണങ്ങളുടെയും പിന്നാലെ പായുന്ന ഒരു നിലയിലേക്ക് ദളിത് നേതൃത്വത്തിലെ ഉഗ്രബുദ്ധിജീവികൾ വരെ മാറി എന്നുള്ളത് നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. അക്കാഡമിസ്റ്റുകൾ മാറിയിട്ടുണ്ട്, അംബേദ്കറൈറ്റുകൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, SDP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങൾ ഇത്തവണ എടുത്ത രാഷ്ട്രീയ നിലപാടുകൾ കാണുമ്പോൾ വിചിത്രമായി തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലും ഇന്നും കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആളുകൾ ഉണ്ട് എന്നുള്ളത്. പലപ്പോഴും ഇഫ്താർ വിരുന്നുകളിൽ അക്കീരമൻ കാളിദാസ പട്ടതിരിപ്പാടിനെ പോലുള്ള ആളുകൾ വന്നെങ്കിൽ അതൊരു ഇഫ്താർ വിരുന്നായി എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ട്. മറിച്ച് അതല്ല, സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടുള്ള ആളുകൾ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരാണ് ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നതിലേക്ക് മാറുമ്പോഴാണ് ഈ ഒരു ഐക്യം രൂപപ്പെടുന്നത്. ഞാൻ പറയാം, ഫ്രട്ടേണിറ്റി ആണെങ്കിലും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും അത് ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുന്നവരാണ്. SDP-യും അത്തരം ചരിത്രപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുന്നിലായിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. പക്ഷേ ഇവരുടെ ഇത്തവണത്തെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ അപകടം എവിടെയൊക്കെയോ മണക്കുന്നു എന്നുള്ളതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഈ അംബേദ്കർ ജന്മദിനത്തിൽ ഇത്തരം ഒരു ബഹുജന സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടിക്ക് അഖില കേരള ജനഹിന്ദു മഹാസഭയുടെ എല്ലാവിധമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.